ഈ കൗമാരക്കാരിലെ പ്രണയം കൊലപാതകങ്ങളിലേക്ക് നയിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ചെറിയ കുട്ടികൾക്ക് പോലും പ്രണയമാണ്. ശരിക്കും ഈ കൗമാരത്തിലെ പ്രണയം തെറ്റായ രീതിയിലേക്ക് മാറുന്നുണ്ടോ? പ്രണയം തെറ്റായി മാറുക, ലവ് ഗോൺ റോങ് എന്ന് പറയുന്നത് പല സന്ദർഭങ്ങളിലും ഉണ്ടാവും. അത് നമ്മൾ ഇപ്പോൾ ഓഷോ പറയുന്ന ഒരു കാര്യമുണ്ട്, മറ്റൊരാൾ നിങ്ങളോട് ചെയ്യരുത് എന്ന് നിങ്ങൾ കരുതുന്നത് എന്തോ അത് നിങ്ങൾ മറ്റൊരാളോട് ചെയ്യാതിരിക്കുന്നതാണ് പ്രണയം എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ താങ്കൾക്ക് എന്നെ തല്ലിയാൽ കൊള്ളാമെന്നുണ്ട്, പക്ഷേ ഞാൻ താങ്കളെ തിരിച്ച് തല്ലിയാൽ താങ്കൾക്ക് വേദനിക്കും. അപ്പോൾ ഞാൻ താങ്കളെ തല്ലുന്നത് ഇഷ്ടമല്ല. അതേപോലെ അത് തിരിച്ചറിഞ്ഞ് താങ്കൾ എന്നെയും തല്ലാതിരിക്കുമ്പോൾ അവിടെ പ്രണയം വർക്കൗട്ട് ചെയ്യുന്നതാണ് പറയുന്നത്. പലപ്പോഴും ശാരീരികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ വളരെ പേഴ്സണലായിട്ടുള്ള വളരെ നമുക്ക് വേണ്ടി മാത്രം ചെയ്തു തരേണ്ട ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ വാശി പിടിക്കും, വഴക്കുണ്ടാക്കും, അല്ലെങ്കിൽ ഓവറായിട്ട് പ്രണയിക്കുന്ന ആളിൽ നിന്നുള്ള എക്സ്പെക്റ്റ് ചെയ്യും. നമ്മുടെ എക്സ്പെക്ടേഷൻസ് അനുസരിച്ച് ഉയരാൻ പറ്റാതെ വരുന്ന ഒരു സന്ദർഭം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് ഈ പ്രണയം അല്ലെങ്കിൽ ലവ് ഗോൺ റോങ് എന്ന് പറയുന്ന മൊമെൻറ്റ്സ് ഉണ്ടാകുന്നത്. അവരുടെ ഡിമാൻഡിങ്ങിൻ്റെ ഒരു തലം വരുന്നുണ്ട്, അവിടെ കീഴ്പ്പെടലിൻ്റെ, വിധേയത്വത്തിൻ്റെ ഒക്കെ ഒരു സംഭവം വരുന്നുണ്ട്. ഈ ഡിമാൻഡിങ് ഒരു വലിയ പ്രശ്നമാണ്. പല പ്രണയബന്ധങ്ങളും തകർന്നു പോകാൻ കാരണം ഡിമാൻഡിങ് ആണ്. അതിൻ്റെ കൂടെ ഡെഡ്ലി പൊസസീവ്നെസ് എന്നൊരു സാധനമുണ്ട്. പൊസസീവ് ആവുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ പേഴ്സണാലിറ്റിയുടെ ഒരു 80% നശിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളത് മനസ്സിലാക്കുന്നില്ല. നമ്മളൊരാളെ കെട്ടിപ്പൂട്ടി വയ്ക്കുമ്പോഴല്ല അയാൾ വളരുന്നത്. അയാളെ സ്വതന്ത്രമായി ചലിക്കാൻ അനുവദിക്കുമ്പോൾ, സ്വതന്ത്രമായി സംസാരിക്കാൻ അനുവദിക്കുമ്പോൾ, സ്വതന്ത്രമായി ട്രാവൽ ചെയ്യാൻ അനുവദിക്കുമ്പോഴാണ് അയാളുടെ ഉള്ളിലെ ക്രിയേറ്റിവിറ്റി പുറത്തു വരുന്നത്. അപ്പോൾ അങ്ങനെ ഡെഡ്ലി പൊസസീവ്നെസ് ഞാൻ ഈ പറഞ്ഞതുപോലെ പ്രണയത്തെ കില്ല് ചെയ്യുന്ന ഒരു വലിയ ഫാക്ടർ തന്നെയാണ്.